നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. രാത്രിയുടെ മറവിലെത്തിയ സംഘം വീടിന് മുകളിലെ കുടിവെള്ള ടാങ്ക് കല്ലെറിഞ്ഞ് തകർത്തു. സംഭവത്തിൽ വീട്ടുടമസ്ഥൻ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. കുണ്ടന്നൂർ ഷാപ്പിന് സമീപം മേക്കാട്ടുകുളം സെബാസ്റ്റ്യൻ ദേവസിയുടെ വീടിന് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. വീടിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന കുടിവെള്ള ടാങ്കാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കല്ലെറിഞ്ഞ് തകർന്ന നിലയിൽ കണ്ടെത്തിയത്. രാത്രിയുടെ മറവിലെത്തിയ സംഘം ടാങ്ക് ലക്ഷ്യം വെച്ച് കല്ലെറിയുകയായിരുന്നുവെന്ന് കരുതുന്നു. ടാങ്ക് തകർത്തതോടെ കുടുംബത്തിന്റെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ട നിലയിലാണ്. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. കുറ്റക്കാരെ ഉടൻ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട സെബാസ്റ്റ്യൻ ദേവസി വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എൻ്റെ ടാങ്ക് ഇന്നലെ ആരെന്ന് അറിയത്തില്ല, ഏതോ ടീം വന്നിട്ട് രാത്രിയിൽ വന്ന് ടാങ്കെല്ലാം എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മുമ്പ് ഇതുപോലെ തന്നെ ഗ്ലാസ് പൊട്ടിക്കേണ്ടായി, അത് ഒരുത്തനായിട്ട് കോംപ്രമൈസ് ആയിട്ട് അത് അന്ന് കാലത്തന്നെ വന്നിട്ട് ഫിറ്റ് ചെയ്ത് റെഡിയാക്കി തന്നു. പക്ഷേ ഇതിപ്പോൾ എന്താ കേസെന്ന് അറിയില്ല. കാലത്ത് നോക്കുമ്പോൾ മോട്ടർ അടിച്ച് നോക്കുമ്പോൾ വെള്ളം കംപ്ലീറ്റ് ലീക്കായി പോയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വേണമെങ്കിൽ ടാങ്ക് നിറഞ്ഞിട്ടുണ്ടാവും. ചെന്ന് നോക്കുമ്പോൾ ടാങ്ക് നിറഞ്ഞതല്ല, ടാങ്കിൻ്റെ മേലെ കല്ലെടുത്ത് എറിഞ്ഞ് ഫുള്ളായിട്ട് ഉള്ളിലോട്ട് ഇതായിരിക്കുന്നു, പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇനി നാളെയും എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. പലതരത്തിൽ ഇവിടെ ഓരോന്നും സംഭവിക്കുന്നുണ്ട്. ഇതനുഭവങ്ങൾ ഇപ്പോൾ 2-3 എൻ്റെ വണ്ടി അടക്കത്തിന് മുമ്പ് നാശാക്കി. അന്നും ഇതേപോലെ തന്നെ ആളെ അറിയില്ല, ഒന്നുമില്ല. പിന്നെ എന്ത് പരാതി കൊടുക്കണം വെച്ചിട്ട് അന്നും വിട്ടു. ഇപ്പോൾ അവസാനത്തെ ടൈമാണ്. എങ്ങനെയെങ്കിലും പോലീസോ ആരെങ്കിലും ഉദ്യോഗസ്ഥർ എൻ്റെ വിഷമം ഒന്ന് കണ്ടറിയണമെന്ന് ഞാൻ അഭ്യർത്ഥനമായി പറയുന്നു.